ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആംബിഗ്വസ് ഗ്രാമർ. ആംബിഗ്വസ് ഗ്രാമർ. അപ്പോൾ നമ്മളൊരു ഗ്രാമർ എങ്ങനെയാണ്, അതിൻ്റെ പാർട്സ് ട്രീ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെറിവേഷൻ ട്രീ എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും എങ്ങനെയാണ്, ഒരു സെൻറ്റൻഷ്യൽ ഫോം എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമർ CFG എന്ന് പറയുന്നത്, CFG ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് ആംബിഗ്വസ് ഗ്രാമർ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിന് മോർ ദാൻ വൺ ഡെറിവേഷൻ നമ്മൾ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെയിം സ്ട്രിങ്ങിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് പല പല ഡെറിവേഷൻസ് നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് ആ സെയിം സ്ട്രിങ്ങിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിന് മോർ ദാൻ വൺ ഡെറിവേഷൻ, ഒരു സ്ട്രിങ് തന്നെ മോർ ദാൻ വൺ ഡെറിവേഷനകത്ത് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. അവിടെ ഒരു ഗ്രാമർ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാമറിൻ്റെ കറസ്പോണ്ടിങ് അതിനകത്ത് വരുന്ന ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിന് ഒന്നുകിൽ മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ വൺ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയിരിക്കും. അങ്ങനെ വരുന്ന ഗ്രാമേഴ്സിനെയാണ് നമ്മൾ ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊഡക്ഷൻ S tends to S into S, S tends to S plus S, S tends to A, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻസ് എന്ന് വിചാരിക്കുക. ഈ പ്രൊഡക്ഷൻസിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് ഒന്നിലധികം യൂസ് ചെയ്യുകയോ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് ഒന്നിലധികം യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്നു പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് A പ്ലസ് A ഇൻറ്റു A. അപ്പോൾ ഇത്ര നേരം നമ്മൾ യൂസ് ചെയ്തിരുന്നതിൽ ഈ ഒരു ഓപ്പറേറ്റർ സിമ്പിൾസ് ഒന്നും വരുന്നില്ല. ചില ഗ്രാമേഴ്സിനകത്ത് ഓപ്പറേറ്റർ സിമ്പിൾസ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വരേണ്ടുന്നത് A പ്ലസ് A ഇൻറ്റു A, ആ ഒരു ഫോമിൽ നമുക്ക് വരണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം S പ്ലസ് S, എസിന് പകരം നമ്മൾ S പ്ലസ് S യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ആണ്, അപ്പോൾ ലെഫ്റ്റിനാണ് ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്, 2 S. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ എസിനായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പോൾ എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, A പ്ലസ് S എന്ന് കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ നോക്കുകയാണ്. ഇനി ഒരു എസ്സേ ഉള്ളൂ, അപ്പോൾ A പ്ലസ്, ആ എസിന് പകരം നമ്മൾ S ഇൻറ്റു S എന്ന് കൊടുത്തു. ഓക്കെ, ആദ്യം എസിന് S പ്ലസ് S എന്ന് കൊടുത്തു, രണ്ടാമത് വന്ന എസിന് S ഇൻറ്റു S എന്ന് കൊടുത്തു. അങ്ങനെ നമ്മൾ അടുത്ത ലെഫ്റ്റ് മോസ്റ്റ് വരുമ്പോൾ 2 S ഉണ്ട്, അതിൽ ഇതിനാണ് ആദ്യം കൊടുക്കുക. അപ്പോൾ A ഇൻറ്റു S. അടുത്ത് നമ്മൾ വീണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ചെയ്യുമ്പോൾ A പ്ലസ് A ഇൻറ്റു ഈ എസിന് പകരം എന്ത് കൊടുക്കും, A. അപ്പോൾ നമ്മുടെ A പ്ലസ് A ഇൻറ്റു A എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമുക്ക് പാർട്സ് ട്രീ വരയ്ക്കും. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ S tends to S പ്ലസ് A, അതിൽ ആദ്യത്തെ എസിന് A കൊടുത്തു, രണ്ടാമത്തെ S അടുത്ത പ്രൊഡക്ഷനിൽ S ഇൻറ്റു S ആയി, അതിൽ അടുത്ത എസിന് A കൊടുത്തു, അടുത്ത പ്രൊഡക്ഷൻ വന്നപ്പോൾ എസിന് A കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് A പ്ലസ് A ഇൻറ്റു A എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ അനുസരിച്ച് നമുക്ക് പാർട്സ് ട്രീ വരയ്ക്കാനും പറ്റും അല്ലേ. ആദ്യം എസിൽ നിന്ന് S പ്ലസ് S അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ എസിന് A എന്ന് കൊടുത്തു, പിന്നെ ഈ എസിന് എന്ത് കൊടുത്തു, S ഇൻറ്റു S എന്ന് കൊടുത്തു, അടുത്തത് ഈ എസിന് A എന്ന് കൊടുത്തു, ഈ എസിന് A എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എന്ത് കിട്ടുന്നത്, കറസ്പോണ്ടിങ് അതിൻ്റെ ഈൽഡ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ലെഫ്റ്റ് മോസ്റ്റ്, ആദ്യം എഴുതിയ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ പാർട്സ് ട്രീ എന്ന് പറയുന്നത്.
ഇതിനെ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റിൽ തന്നെ വേറൊരു ഫോമിൽ എഴുതാം. അതായത് എസ് ടെൻസ് ടു ലെഫ്റ്റ് മോസ്റ്റ് ആണ്. ആദ്യം എസ്സിന് പകരം എസ് ഇൻറ്റു എസ് എന്ന് എഴുതിക്കൂടെ? എസ്സിന് പകരം എസ് ഇൻറ്റു എസ് എന്ന് എഴുതി. അടുത്തത് വീണ്ടും നമ്മളതിനെ ലെഫ്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ ഈ എസ്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിനെ നമ്മൾ എസ് പ്ലസ് എസ് എന്നും അടുത്തത് അതുപോലെ എഴുതാമല്ലോ. അടുത്തത് എസ്സിനെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റിൽ ഈ എസ്സിന് എന്ത് കൊടുത്തു? എ കൊടുത്തു. എ പ്ലസ് എസ് ഇൻറ്റു എസ്. ഓക്കെ. അടുത്ത വീണ്ടും നമ്മൾ എന്ത് കൊടുത്തു? ലെഫ്റ്റ് മോസ്റ്റിൽ എ പ്ലസ് ഈ എസ്സിന് പകരം എന്ത് കൊടുത്തു? എ ഇൻറ്റു എസ്. അടുത്ത് നമ്മൾ അടുത്ത ഡെറിവേഷനകത്ത് എ പ്ലസ് എ ഇൻറ്റു ഈ എസ്സിന് പകരം എന്ത് കൊടുത്തു? അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് എ ഇൻറ്റു എ എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻസ് പാർട്സ് ട്രീ വരയ്ക്കുമ്പോൾ എസ്സിനെ ആദ്യം നമ്മൾ എന്താക്കി? എസ് ഇൻറ്റു എസ് ആക്കി. അടുത്തത് ഈ എസ്സിനെ നമ്മൾ എന്താക്കി? എസ് പ്ലസ് എസ് ആക്കി അല്ലേ? എന്നിട്ട് നമ്മളിത് എ, ദെൻ ഇത് എ, ഇത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വരച്ച ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സോറി, ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ട്രീ. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ തന്നെ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തു. അതും രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ തന്നെ നമ്മൾ ചെയ്തു. ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തു. അതുകൊണ്ട് എന്തായത്? ഒരു ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയാം. ഒന്നിലധികം ഫോമിൽ, ഒന്നിലധികം ഡെറിവേഷൻസിൽ, ഒന്നിലധികം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് അല്ലെങ്കിൽ ഒന്നിലധികം റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻസിൽ എഴുതുമ്പോഴാണ് അതിന് നമ്മൾ ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് ലെഫ്റ്റ് മോസ്റ്റിൽ തന്നെ രണ്ടെണ്ണം ചെയ്തു. അപ്പോൾ മോർ ദാൻ വൺ ആയില്ലേ? ഒരു സ്ട്രിങ്ങിനെ തന്നെ, അതായത് എ പ്ലസ് എ ഇൻറ്റു എ എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് എഴുതി. രണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് എഴുതി. അപ്പോൾ തന്നെ ഈ ഗ്രാമർ എന്താണെന്ന് പറയാം? ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയും. ഇതിനെ തന്നെ നമുക്ക് എന്ത് എഴുതാം? മോർ ദാൻ വൺ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിലാണ് രണ്ടെണ്ണം ചെയ്തു. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം? റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ ചെയ്യാൻ പറ്റും. അത് എസ് ടെൻസ് ടു റൈറ്റ് മോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എസ് പ്ലസ് എസ് എന്ന് എഴുതി. ദെൻ എസ് ടെൻസ് ടു റൈറ്റ് മോസ്റ്റ് ആണ്. ഈ എസ് ആണ് ആദ്യം ചേഞ്ച് ചെയ്യുന്നത്, എസ് പ്ലസ്. ആ എസ്സിനെ നമ്മൾ എസ് ഇൻറ്റു എസ് എന്ന് എഴുതി. ദെൻ എസ് ടെൻസ് ടു റൈറ്റ് മോസ്റ്റ് ആണ്. അപ്പോൾ ഈ എസ് ആണ് ആദ്യം ചേഞ്ച് ചെയ്യുന്നത്, എസ് പ്ലസ് എസ് ഇൻറ്റു എ എന്നാക്കി. ദെൻ വീണ്ടും ഇതിലേറ്റവും റൈറ്റ് മോസ്റ്റിൽ നോൺ ടെർമിനൽ ഇതാണ്. അപ്പോൾ എസ് പ്ലസ് എ ഇൻറ്റു എ എന്നാക്കി. ദെൻ ഇനി നമുക്ക് ഒരു നോൺ ടെർമിനലേ ഉള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? എ പ്ലസ് എ ഇൻറ്റു എ. ഇത് ഒരു രീതിയിലുള്ള റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് എന്ത് വരയ്ക്കാൻ പറ്റും? പാർട്സ് ട്രീ വരയ്ക്കുക. അത് നിങ്ങൾ വരച്ചു നോക്കുക. അതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എഴുതാം. എങ്ങനെ എഴുതും? നമ്മൾ എസ് ഇൻറ്റു എ എന്ന് പറയുന്നത് എഴുതും. എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് എസ് പ്ലസ് എസ് ഇൻറ്റു എസ്. ഓക്കെ, അതിനെ എഴുതി. ദെൻ ഇപ്പോൾ നമ്മൾ റൈറ്റ് മോസ്റ്റിലുള്ളതിനെയാണ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ ടെർമിനൽസിൽ ഫസ്റ്റ് നമ്മൾ വേറൊരു പ്രൊഡക്ഷൻ അതിന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എസ് ടെൻസ് ടു നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻസിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ കൊടുത്തു? എസ് റൈറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വരിക എന്നുള്ളത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എസ് പ്ലസ് എസ് ഇൻറ്റു എസിനെ കറസ്പോണ്ടിങ് എ കൊടുത്തു. ദെൻ എസ് ടെൻസ് ടു ആർ എം എസ് പ്ലസ് എസ് എ ഇൻറ്റു എ. ദെൻ അടുത്ത ലാസ്റ്റ് എ പ്ലസ് എ ഇൻറ്റു എ. അപ്പോൾ ആദ്യം നമുക്ക് എസ് പ്ലസ് എസ് വെച്ച് ചെയ്യാം. അടുത്തത് എസ് ഇൻറ്റു എസ് വെച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് രണ്ട് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും രണ്ട് ലെഫ്റ്റ് മോസ്റ്റ്
ഡെറിവേഷനും സെയിം ഗ്രാമറിന് തന്നെ കിട്ടും. അപ്പോൾ തന്നെ എന്തെന്ന് പറയാം, നമുക്കത് ആംബിഗ്വസ് ഗ്രാമറാണെന്ന് പറയാം. ഓക്കെ ഓക്കെ നമ്മുടെ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് ഇപ്പോൾ എസ് ടെൻസ് ടു എ എസ് ബി ഓർ എസ് എസ് ഓർ എപ്സിലോൺ. ഇത് ആംബിഗ്വസ് ആണോ ഇല്ലയോ എന്ന് നോക്കുക. യൂസിങ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് എ എ ബി ബി. ഈ സ്ട്രിങ് ജനറേറ്റ് ചെയ്യുക മോർ ദാൻ വൺ ഫോം, അതായത് 2 ഫോം ഇല്ലെങ്കിൽ നമുക്കിതിനെ കറസ്പോണ്ടിങ് എ ബിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രിങ് എ എസ് ബി, ഒന്നുകിൽ എസ് എന്ന് പറയുന്നത് എ എസ് ബി ആണ്, അല്ലെങ്കിൽ എസ് എസ് ആണ്, അല്ലെങ്കിൽ എപ്സിലോൺ ആണ്. നമുക്ക് വേണ്ടുന്ന സ്ട്രിങ് എ എ ബി ബി ആണ്. അപ്പോൾ നമുക്കതിനെ 2 രീതിയിൽ പാർഷ്യൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എസ്സിനെ എ എസ് ബി എന്ന് കൊടുത്തു. ഈ എസ്സിനെ നമ്മൾ വീണ്ടും എ എസ് ബി എന്ന് കൊടുത്തു. ഈ എസ്സിനെ നമ്മൾ കറസ്പോണ്ടിങ് എപ്സിലോൺ എന്ന് കൊടുത്തു. അപ്പോൾ എ എ ബി ബി, എപ്സിലോണില്ലല്ലോ, അപ്പോൾ നമ്മളതിനെ എന്തെന്ന് വിളിച്ചു, എ എ ബി ബി എന്ന് വിളിച്ചു. ഇത് ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ. ഇനി എസ്സിനെ നമ്മൾ വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എസ് എസ്. ഓക്കെ, എന്നിട്ട് ഈ എസ്സിനെ നമ്മൾ വീണ്ടും എ എസ് ബി എന്നാക്കി, വീണ്ടും ഇതിനെ നമ്മൾ എ എസ് ബി എന്നാക്കി, ഈ എസ്സിനെ നമ്മൾ എപ്സിലോൺ ആക്കി, ഈ എസ്സിനെ എപ്സിലോൺ ആക്കി. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഈ സെയിം എ എ ബി ബി എന്ന് പറയുന്നത് ഇത് എപ്സിലോൺ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കറസ്പോണ്ടിങ് നമ്മൾ വരയ്ക്കുമ്പോഴും എന്ത് കിട്ടും, എ എ ബി ബി. അപ്പോൾ ഒരു സ്ട്രിങ്ങിന് തന്നെ 2 രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഗ്രാമർ എന്ന് പറയുന്നത് ആംബിഗ്വസ് ഗ്രാമറാണ്. ഓക്കെ, മോർ ദാൻ 1 എന്നാണ്. അപ്പോൾ കൂടുതലും ചിലപ്പോൾ നമുക്ക് 2 ഡെറിവേഷൻ ട്രീ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, നമ്മൾ 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ആംബിഗ്വസ് ഗ്രാമർ എന്നാണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് തന്നിരിക്കുന്ന CFG എന്ന് പറയുന്നത് ആംബിഗ്വസ് ആണ്. കാരണം അതിന് എന്തുണ്ട്, 2 സെപ്പറേറ്റ് ഡെറിവേഷൻ ട്രീസ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ആംബിഗ്വസ് ഗ്രാമറാണ്. ഒരു സ്ട്രിങ് ഇ ടെൻസ് ടു നമ്മൾ കറസ്പോണ്ടിങ് ഐ എന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ, അല്ലെങ്കിൽ ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ. ഓക്കെ, then e tends to bracket e, then I tends to a അല്ലെങ്കിൽ b അല്ലെങ്കിൽ IA അല്ലെങ്കിൽ IB അല്ലെങ്കിൽ I0 അല്ലെങ്കിൽ I1. ഈ ഒരു പ്രൊഡക്ഷനാണ് വിചാരിക്കുക. ഇതിന് കറസ്പോണ്ടിങ് നമുക്ക് ഒരു ഇത് നമ്മുടെ പ്രൊഡക്ഷനാണ്. ഈ പ്രൊഡക്ഷന് 2 രീതിയിൽ ഒരു സ്ട്രിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ് ഇതാണെന്ന് വിചാരിക്കൂ, ഇ പ്ലസ് ഇ ഇൻറ്റു ഇ. നേരത്തെ നമ്മൾ എ വെച്ച് ചെയ്തില്ലേ, അതിൻ്റെ കറസ്പോണ്ടിങ് വേറൊരു മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇ പ്ലസ് ഇ ഇൻറ്റു ഇ ജനറേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന സ്ട്രിങ് ആണ്. ഇതിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആംബിഗ്വസ് എന്ന് പറയും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എ പ്ലസ് എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താക്കി, 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി എന്ന് എഴുതി. അപ്പോൾ നമ്മൾ അതിൽ ഇതിനെ കറസ്പോണ്ടിങ് നമ്മൾ 2 പാർട്സ് ട്രീ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയെ നമ്മൾ ഇ പ്ലസ് ഇ ആക്കി, ആ ഇയെ കറസ്പോണ്ടിങ് ഇ ഇൻറ്റു ഇ ആക്കി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഇ പ്ലസ് ഇ ഇൻറ്റു ഇ എന്ന് കിട്ടി. ഇനി അല്ല എങ്കിൽ ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ കിട്ടി. ഈ ഇയെ നമ്മൾ ഇ പ്ലസ് ഇ, അപ്പോൾ ഇ പ്ലസ് ഇ ഇൻറ്റു. അങ്ങനെ നമുക്ക് 2 പ്രൊഡക്ഷൻസ്, 2 പാർട്സ് ട്രീ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഈ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ആംബിഗ്വസ് ഗ്രാമറാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് ഈ ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എ പ്ലസ് ബി ഇൻറ്റു ബി ഇതെന്ന് പറയുന്ന ഗ്രാമർ ആംബിഗ്വസ് ആണോ എന്ന്, അതായത് അതിനെ 2 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ, എ പ്ലസ് ബി ഇൻറ്റു ബി.
അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ ആ ഒരു പാർട്സ് ട്രീ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് എ പ്ലസ് ബി ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംബിഗ്വസ് ആയിരിക്കും. അപ്പോൾ അത് ആംബിഗ്വസ് ആണെന്നിരിക്കാൻ ഇ ടെൻസ് ടു നമ്മൾ ഇ പ്ലസ് ഇ എഴുതി, ഇയെ കറസ്പോണ്ടിങ് ഇ ഇൻറ്റു ഇ എന്ന് എഴുതി. ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഐ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇക്ക് പകരം നമ്മൾ ഐ കൊടുത്തു, ഇക്ക് പകരം ഐ കൊടുത്തു, ഇക്ക് പകരം എന്ത് കൊടുത്തു? ഐ കൊടുത്തു. എന്നാൽ നമുക്ക് ഐക്ക് പകരം നമുക്ക് എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഐ എ അല്ലെങ്കിൽ ഐ ബി അല്ലെങ്കിൽ I0 അല്ലെങ്കിൽ I1 കൊടുക്കുക. ഇവിടെ നമുക്ക് എയുടെയും ബിയുടേതും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഐക്ക് പകരം നമ്മൾ എ കൊടുത്തു, ഈ ഐക്ക് പകരം ബി കൊടുത്തു, ഈ ഐക്ക് പകരം എന്ത് കൊടുത്തു? ബി കൊടുത്തു. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു ബി. ഇതിനെ തന്നെ അടുത്ത ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇ. അപ്പോൾ ഇ ഇൻറ്റു ഇ എന്നാക്കി, ഇതിനെ നമ്മൾ ഇ പ്ലസ് ഇ എന്നാക്കി, ഇയെ നമ്മൾ ഐ ആക്കി, ഇതിനെ ഐ ആക്കി, ഇതിനെയും എന്താക്കി? ഐ ആക്കി. ഈ ഐയെ നമ്മൾ എ ആക്കി, ഇതിനെ ബി ആക്കി, ഇതിനെ ബി ആക്കി. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളതിനെ വായിക്കുക. എ പ്ലസ് ബി ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് രീതിയിലായാലും നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് സ്ട്രിങ് ജനറേറ്റ് ചെയ്തു. അതുകൊണ്ട് എന്തെന്ന് പറയാം? ഗ്രാമർ ആംബിഗ്വസ് ആണെന്ന് പറയാം.